all, welcome to my YouTube channel. ഇന്നത്തെ ഒരു കിച്ചൺ ആക്സസറീസ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ഐറ്റമാണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പ്രസ്റ്റീജിൻ്റെ ഡീലക്സ് ആൽഫ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ളൊരു കുക്കറാണ്. ഈ ഒരു പ്രഷർ കുക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ബോത്ത് ഇൻഡക്ഷനിലും അതേപോലെ ഗ്യാസ് സ്റ്റൗവിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിതിൻ്റെ എന്താ പറയുക എത്ര ലിറ്ററിൻ്റെ വാങ്ങണം എന്നുള്ളത് നമുക്ക് എത്ര പേരുണ്ടോ ആ ഒരു കണക്കനുസരിച്ച് വേണം നമ്മളിത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ കുക്കറിൽ വെക്കാൻ പറ്റിയ വെയിറ്റ് കിട്ടും. അതുകൂടാതെ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നൊരു സേഫ്റ്റി വാൽവും അതേപോലെ പ്രഷർ ഇൻഡിക്കേറ്ററും. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ നമുക്കിത് ലോക്ക് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമ്മൾ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രഷർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൊന്തി നിൽക്കുന്ന ആ സാധനം ഡൗൺ ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ ഫുൾ പോയിന്ന്. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ പുതിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പില്ലാവാതിരിക്കാനുള്ള ടൈപ്പാണ് ഇതിൻ്റെ അപ്പർ ലിഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രഷർ ഇൻഡിക്കേറ്ററിൻ്റെ ഈ സാധനം ഇങ്ങനെ പൊന്തിയാണ് ഇരിക്കുന്നത്, കാരണം ഇതിനകത്ത് കംപ്ലീറ്റ്ലി പ്രഷർ പോയി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പം ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ്ലി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ സ്ക്രീനിലെ ഐ ബട്ടണിലൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്